രജനീകാന്ത് ചിത്രം കൂലി ബോക്സ് ഓഫീസിൽ അതിന്റെ തേരോട്ടം തുടരുകയാണ്. വിമർശകരിൽ നിന്നും ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും രജനീകാന്തിന്റെ താരശക്തി തിയേറ്ററുകളിലേക്ക് വലിയ രീതിയിൽ ആളുകളെ ആകർഷിക്കുന്നുണ്ട്. 3 ദിവസം കൊണ്ട് 300 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ചിത്രം ഉടൻ 600 കോടി ക്ലബ്ബിലെത്തുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ വിശകലനം. 3 ദിവസത്തിനുള്ളിൽ ലോകമെമ്പാടും 320-325 കോടി വരെ വരുമാനം നേടിയ കൂലി ഇതിനകം തന്നെ ബ്ലോക്ക്ബസ്റ്റർ പദവിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. രജനീകാന്തിന്റെ അവസാനം തിയേറ്ററുകളിലെത്തിയ ചിത്രമായ വേട്ടയിന്റെ കളക്ഷനെ കൂലി മറികടന്നു. ഒപ്പം അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിയുടെ കളക്ഷനെയും 180 കോടി, മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ L2 എമ്പുരാന്റെ ആഗോള കളക്ഷനായ 265 കോടിയെയും മറികടന്നു. കൂലിയുടെ OTT സ്ട്രീമിംഗ് അവകാശവും ഇതിനകം തന്നെ വിറ്റുപോയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോ ആണ് ചിത്രത്തിന്റെ OTT പാർട്ണർ. 120 കോടിക്കാണ് ആമസോൺ പ്രൈം വീഡിയോ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയത്. തമിഴ് സിനിമയിലെ OTT വിൽപ്പനയിൽ ഇതുവരെ നടന്ന ഏറ്റവും വലിയ വാണിജ്യ ഡീലാണ് ഇതെന്നാണ് റിപ്പോർട്ട്. തിയേറ്ററിൽ 8 ആഴ്ച പ്രദർശിപ്പിച്ചതിനുശേഷം ചിത്രം നേരെ OTTയിലെത്തുമെന്നാണ് നിലവിലെ കരാർ. ദസറ വാരാന്ത്യത്തോട് അനുബന്ധിച്ചാവും കൂലി OTTയിലേക്ക് എത്തുക. എന്നാൽ സമാനമായ രീതിയിൽ 8 ആഴ്ചത്തേക്ക് കരാർ വച്ച കമൽഹാസന്റെ തഗ് ലൈഫ് ചിത്രത്തിന്റെ മോശം ബോക്സ് ഓഫീസ് പ്രതികരണത്തെ തുടർന്ന് കരാർ ലംഘിച്ചുകൊണ്ട് നേരത്തെ OTTയിൽ എത്തിയിരുന്നു. രജനീകാന്ത് പ്രധാന വേഷത്തിൽ എത്തുന്ന കൂലിയാണ് നാഗാർജുനയാണ് പ്രധാന വില്ലനെ അവതരിപ്പിച്ചത്. ശ്രുതി ഹാസൻ, ഉപേന്ദ്ര, സൗബിൻ ഷാഹിർ എന്നിവരും ചിത്രത്തിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവച്ചു. ആമിർ ഖാൻ അതിഥി വേഷത്തിൽ ചിത്രത്തിലെത്തുന്നുണ്ട്.